ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമോ? വാ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുരിങ്ങയില. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് പറയുമോ? ഹോളിഡേയ്സിലെല്ലാം ഞാൻ ഈ മുരിങ്ങയില പറിച്ച് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തരാം. ഇതെൻ്റെ മാമൻ്റെ വീടാണ്. ഇവിടെ നിന്നാണ് ഞാൻ കോളേജിലൊക്കെ പോവാറ്. ഇന്ന് ഞാൻ കോളേജിൽ പോയില്ല. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇന്ന്. എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒരു ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുരിങ്ങയില പറിച്ചത്. അപ്പം നമുക്ക് ഏൻഷ്യൻ ട്രീ കാണാൻ പോയാലോ? പണ്ട് കാലത്ത്, അതായത് ഞാനിവിടെ ജനിച്ചിട്ടില്ല, ആ ഒരു ടൈമിൽ ഇവിടെ കുട്ടിച്ചാത്തൻ്റെ മന്ത്രവും ഹോമങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞങ്ങളുടെ തറവാടിൻ്റെ താഴെയൊരു പണിക്കരുണ്ട്. ആ പണിക്കരുടെ അച്ഛൻ്റെ അനിയനാണ് ഈ ഹോമങ്ങളും മന്ത്രങ്ങളും ഒക്കെ നടത്താറ്. ഇപ്പം ആ ഹോമങ്ങളും മന്ത്രങ്ങളും നടത്താറില്ല. ഇതാണ് നമ്മുടെ ഏൻഷ്യൻ ട്രീസ്. ഞാൻ പറഞ്ഞില്ലേ പണിക്കരൻ്റെ അച്ഛൻ്റെ അനിയനെ പറ്റി. അവർ ഇവിടെ നിന്നാണ് ഹോമം നടത്താറ്. അതായത് ഇവിടെ. എൻ്റെ വല്യച്ഛന് ഈ ഹോമം മന്ത്രം അങ്ങനത്തെ ഒരു കാര്യത്തിനും വിശ്വാസമില്ല. വല്യച്ഛെന്ന് പറയുമ്പം അമ്മയുടെ അച്ഛനെയാണ് ഞങ്ങൾ വല്യച്ഛെന്ന് വിളിക്കാറ്. നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ദേ നോക്കിയേ, കീരി എന്തിനോ പിടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുക. കുഞ്ഞായിരുന്ന ടൈം, എനിക്ക് 3-4 വയസ്സ്. ആ ടൈമിൽ വന്ന് ഞാനിവിടെ മഞ്ചാടികൾ പെറുക്കാറുണ്ട്. ഇഷ്ടം പോലെ മഞ്ചാടികൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ചാടികൾ കുറവാണ്. കാരണം മഞ്ചാടി മരം മുറിച്ച് കളഞ്ഞ്. എന്തിനാന്ന് എനിക്കറിയില്ല. മഞ്ചാടി മരം ഉണ്ടെങ്കിൽ പാമ്പ് വരുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും മുറിച്ച് കളഞ്ഞത്. എൻ്റെ ചേച്ചി, അതായത് എൻ്റെ സ്വന്തം ചേച്ചി, ആ ടൈമിൽ ഞാൻ ജനിച്ചിട്ടില്ലേ, കുട്ടിയായിരിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചേച്ചി എപ്പോഴും ഒരു പാറേൻ്റെ മേലെ വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു. ആ പാറ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ആൻറ്റിമാർ ഈ പാറയെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, എൻ്റെ ചേച്ചി വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പാറ വലുതായത്. ഒരു തമാശ രീതിയിലാണ് ആൻറ്റിമാർ പറയാം. അപ്പം നമ്മൾ ഈ കാവിനോട് ടാറ്റ പറഞ്ഞിട്ട് ആ പാറ കാണാൻ പോയാലോ? ഈ കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ വലിഞ്ഞു കയറുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതെല്ലാം എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ആ പാറ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ നിറച്ചും പുല്ല് മുളച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ പാമ്പ് വിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ, ആൻറ്റി, അമ്മ ഇവരെല്ലാം പാമ്പിൻ്റെ കുട്ടികളെ കണ്ടിട്ടുമുണ്ട്. ഗായ്സ്, പാറ കാണുന്നില്ല. എനിക്കങ്ങോട്ട് പോകാൻ പേടിയാണ്. നമുക്ക് തറവാട്ടിലേക്ക് പോയാലോ? ആ കാണുന്നതാണ് തറവാട്. മാമൻ്റെ വീട് വന്ന ശേഷം ഇപ്പം ആരും അവിടെ താമസിക്കാറില്ല. കണ്ടോ വേപ്പിൻ്റെ ഇല? നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദേ കാന്താരി പച്ചമുളക്. ഈ കാന്താരി പച്ചമുളക് എൻ്റെ ഫേവറേറ്റാണ്. ഈ പച്ചമുളക് കടിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കൂട്ടാറ്. ദേ നമ്മുടെ പൂച്ചയെല്ലാം ഇരിക്കുന്നേ. ഇതാണ് ഞങ്ങളുടെ തറവാട്. ഞാനും എൻ്റെ കസിൻസും ഒരുപാട് കളിച്ച് നടന്ന വീടാണിത്. നിങ്ങൾ ചോറും കൂട്ടാനും വെച്ച് കളിച്ച സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഞങ്ങൾ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചത്.
പണ്ടമ്മമ്മ ചട്ടി കുടുക്കലും ഈ ഭാഗത്താണ് വെക്കാറ്. എൻ്റെ ചേച്ചി, എൻ്റെ കസിൻസിനെല്ലാം ഭയങ്കര പേടിയാണ് ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ. ഒറ്റക്കവർ വരത്തില്ല. ആ കണ്ടതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം. ഇതാണ് അമ്മമ്മയും വലിച്ചനും കിടക്കാറുള്ള റൂം. ഇനിയാണ് ഞങ്ങൾ കിടക്കാറുള്ള റൂം. ഞാൻ, എൻ്റെ ആൻറ്റിയും, പിന്നെ അമ്മ, കസിൻസ് എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ കിടക്കാറ്. എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീട് ഇവിടെ അടുത്താണ്. എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ പേര് ജ്യോതി. ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക അടുക്കള. ദേ ആ കാണുന്നതാണ് ജ്യോതി ആൻറ്റീൻ്റെ വീട്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ കോഴിക്കോട് വെച്ചിരുന്ന സ്ഥലം. പിന്നെ ഇതാണ് നമ്മളെ എന്താ പറയുക വിറകുപുര. ഈ എന്താ പറയുക തേങ്ങ അങ്ങനെയുള്ള സാധനം ഞങ്ങൾ അവിടെയാണ് പണ്ട് വെക്കാറ്. ഇതാണ് കിണർ. ഇപ്പോഴും വെള്ളമുണ്ട്. ഇവിടെയാണ് ആല. അന്ന് കുറേ പശുക്കളുണ്ടായിരുന്നു. ഇപ്പം പശുവില്ല. ദേ ഒരു പൂച്ച, അമ്മമ്മയുടെ പൂച്ച. അപ്പം ബൈ ബൈ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. നിങ്ങളെ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ബൈ.